നാരായണ നാരായണ നാരായണ. ഓം ശ്രീമന്നാരായണീയം. ദശകം 51, 7-ാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു. അഘാസുര മുക്തിയാണ്. പാപം പൊറുക്കണേ, രോഗമകറ്റണേ, വിഷ്ണുമായേ മമ മോഹമകറ്റണേ, ദുഃഖമകറ്റണേ, ദുർഗേ മഹേശ്വരി, ദുഃഖഹന്ത്രി ജഗന്മാതേ നമിപ്പു ഞാൻ. മുന്നിലും പിന്നിലും കൃഷ്ണ നമിപ്പു ഭക്തനായി ഞാൻ, കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. ശ്രീ ഗുരുവായൂരപ്പ. ഭക്തിയെ തന്നാലും മുക്തിയെ തന്നാലും ഭക്തരുമായി നിത്യം സത്സംഗവും, എന്നും ഭഗവാന്റെ സൽക്കഥ കേൾക്കാനും നാമം ജപിക്കാനും സാധിക്കണം. ചിന്തയും വാക്കും പ്രവൃത്തികളൊക്കെയും ശ്രീകൃഷ്ണ പാദത്തിൽ അർപ്പിക്കാം ഞാൻ. എന്നോടെ പാപങ്ങളെല്ലാം നശിക്കുവാൻ കാരുണ്യമൂർത്തേ വരം തരേണം. മർത്യനായി നേടി വിശേഷ ബുദ്ധി ഹരേ, എങ്കിലും സർവം മറന്നു പോയി. വിഷ്ണുവിൻ ലീലകൾ നിത്യം സ്മരിക്കുവാൻ ലക്ഷ്മീപതിയായ അനുഗ്രഹിക്കൂ. ഭഗവാനോട് അതേപോലെ നാരായണീയത്തെ പാരായണം ചെയ്ത് ഭഗവത കഥ ചൊല്ലുന്നോരൻ ലൗകിക സൗഖ്യവും ജീവന്റെ ശുദ്ധിയും നേടുവാൻ കൃഷ്ണ നാമിക്കുന്നു ഞാൻ. ഭാഗവത കഥ പാടുന്നോരൻ മനം ശ്രീഹരി പാദത്തിൽ ചേർക്കേണമേ. ജീവന്റെ ശുദ്ധിയും ലോകസുഖത്തെയും നൽകിയിടാൻ കൃഷ്ണ നാമിക്കുന്നു ഞാൻ. നമുക്ക് ഈ അഘാസുരന്റെ മുക്തി എന്നത് അത് പാരായണം ചെയ്യുമ്പോൾ കിട്ടേണ്ടതായിട്ടുള്ള ഫലം ഇതാണ്. പാപവാസന നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് മുഴുവൻ തീർത്ത് തന്നാലേ മുക്തി കിട്ടുള്ളൂ. കർമ്മബാക്കി കാമബാക്കി എന്നുണ്ട്. അത് തീർത്ത് തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് എഴുതിയതായിട്ടൊരു കീർത്തനാണ്. ദേവി ഭാഗവത പ്രകാരമുള്ളതാണ്. ദേവി മഹാത്മ്യത്തിൽ ചേർത്തതായിട്ടുള്ള കഥോപാസനയുടെ ചട്ടയിൽ ചേർത്തതായിട്ടുള്ള ഒരു ശ്ലോകമാണ്. പാപം പൊറുക്കണേ, രോഗമകറ്റണേ, വിഷ്ണുമായി നമിക്കുന്നു. ഇപ്പം ഇവിടെ അഘാസുരൻ അകത്താക്കി. പക്ഷെ അഘാസുരൻ അകത്താക്കിയപ്പോഴേക്കും കൃഷ്ണനെ അകത്ത് കിട്ടിയപ്പോൾ സൂക്ഷിക്കാൻ പറ്റുന്ന തിരിച്ച്. പക്ഷേ ശുദ്ധമായിട്ടുള്ള സ്ഥലത്തെ കൃഷ്ണൻ നിൽക്കുള്ളൂ. ഇത് അശുദ്ധമാണ്, ജഡമാണ് ആ ശരീരം. അതുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് കിടന്നു. അപ്പോൾ ദേഹത്തെ വിട്ടു ആ ജീവൻ. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് 6-ാമത്തെ ശ്ലോകത്തിൽ. ഇനി ക്ഷണം ദിവി ത്വദുപഗമാർത്ഥമാസ്ഥിതം മഹാസുര പ്രഭവ മഹോ മഹോ മഹത് വിനിർഗതേ ത്വയി തു നിലീനമഞ്ജസാ നഭസ്ഥലേ നൃതുരഥോ ജഗുസുരാം. ഇപ്പോൾ 51-ാമത്തെ ദശകത്തിൽ 7-ാമത്തെ ശ്ലോകത്തിൽ പറയണത് ഈ അഘാസുരന്റെ മുക്തിയാണ്. ഇത് കണ്ടപ്പോൾ ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ്. ദിവി ത്വത് ഉപഗമാർത്ഥം. ആകാശത്ത് ഭഗവാൻ ഈ പാമ്പിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ത്വത് ഉപഗമാർത്ഥം, ഉപഗമനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഉപഗമനം ചെയ്യാച്ചാൽ അങ്ങോട്ട് കടന്നു ഇങ്ങോട്ട് പുറത്തേക്ക് കിടക്കണം. അതാണ് ഉപഗമനം. അപ്പം അങ്ങനെ അവിടെ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ക്ഷണം ആസ്ഥിതം, സ്വല്പ നേരം കാത്തിരുന്നു. ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആസ്ഥിതം നിൽക്കുന്നതായിട്ടുള്ള മഹത്തായിട്ടുള്ള തേജസ്, ഇത് അഘാസുരന്റെ ഈ തേജസ് വിനിർഗതെ പുറത്തേക്ക് വന്നു. പിന്നെയോ അഞ്ജസ, വളരെ പെട്ടെന്ന് തന്നെ ത്വയി, ഭഗവാനിൽ നിലീനം, ലയിച്ചു. ഇപ്പൊ ഭഗവാന്റെ ഈ അതിബൃഹത്തായിട്ടുള്ള കഴിവുകളെ അല്ലെങ്കിൽ തേജസ്സിനെ അല്ലെങ്കിൽ ആ ഈശ്വരഭാവത്തെ അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് ഈ ജഡത്തിലിരിക്കുന്ന ജീവൻ അഘാസുരനില്ല. അപ്പം അതുകൊണ്ട് അതിനെ പൊട്ടിച്ചു. ആ ജീവൻ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ ഭഗവാൻ അകത്താ. അവിടുന്ന് പുറത്തേക്ക് വരാതെ ചേരാൻ നിർത്തിയില്ല. അപ്പോൾ ഭഗവാൻ പുറത്തേക്ക് വരുന്നവരെ കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്നപ്പോൾ എല്ലാ കുട്ടികളും പുറത്തേക്ക് വന്ന് ജീവനോട് കൂടിയിട്ട് ഉത്സാഹത്തോട് കൂടിയിട്ട്
അതായത് കുറച്ചുകൂടി കൃഷ്ണ പ്രേമത്തോട് കൂടിയിട്ടാണ് പിന്നെ ജീവിച്ചു വരുന്നത്. അങ്ങനെ പുറത്തേക്ക് വന്നു. ആ സമയത്ത് ഇതൊക്കെ കാത്തിരിക്കുകയാണ് ആര്? ദേവന്മാര്, ഋഷികള്, ആകാശത്തിലുള്ള എല്ലാവരും അത് ഒരേപോലെ കാത്തിരിക്കാം. അപ്പൊ അവര് പുറത്ത് വന്നതായിട്ടുള്ള ഈ ഭഗവാനില് ഈ അഘാസുരൻ അങ്ങോട്ട് പെട്ടെന്ന് അഞ്ജസ ത്വയി നിലീനം അതങ്ങോട്ട് ലയിച്ചു. അപ്പോഴോ അഹോ ആശ്ചര്യം, എന്തൊരു ആശ്ചര്യം, അത്യത്ഭുതം. അഥ നഭസ്ഥലെ ആ സമയത്ത് ഈ ആകാശത്ത് സുരാഹ നൃതു ദേവന്മാരെല്ലാവരും അത്യധികം നൃത്തം ചെയ്തു. ജഗുഹൂച്ച പാടി പുകഴ്ത്തി. അപ്പൊ അവര് ഭഗവാനെ നല്ലോണം പുകഴ്ത്തി. ഭഗവാനെ പുകഴ്ത്തു മാത്രമല്ല, അതേപോലെ തന്നെ ഈ ഋഷിമാര് അവരൊക്കെ സൂക്തം കൊണ്ടൊക്കെ വേദം ചൊല്ലിക്കൊണ്ട് പിന്നെ ഒപ്പം കൊട്ട്, പാട്ട്, നൃത്തം, അങ്ങനെയില്ല സകല കാര്യങ്ങളും ചെയ്തു എന്നാണ്. എല്ലാ അർത്ഥത്തിലും അവിടെ വലിയൊരു ഉത്സാഹമായിട്ട് ഉത്സവം തന്നെ നടന്നു പോകും. ഓട്ടോമാറ്റിക്കായിട്ട് നടന്നതാ. അങ്ങനെയാണ്. അവരറിയാതെ കൊണ്ട് തുള്ളിച്ചാടുക, അവരറിയാതെ കൊണ്ട് വാഴ്ത്തുകയാണ്. സൂക്തായാലും ശരി, സൂതമാഗത പന്തികളൊക്കെ ഉണ്ടാവും അവിടെ. പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, എല്ലാവരും അവിടെ ഉണ്ട്. അങ്ങനെയാണ്. ദിവി ത്വത് ഉപഗമ അർത്ഥം ക്ഷണം ആസ്ഥിതം മഹത് മഹഃ വിനിർഗതേ അഞ്ജസ ത്വയി നിലീനം അഹോ അഥ നഭസ്ഥലേ സുരാഹ നനൃതു ജഗുഹു ച. ക്ഷണം ദിവി ത്വത് ഉപഗമ അർത്ഥം ആസ്ഥിതം മഹാസുര പ്രഭവം അഹോ മഹോ മഹത് വിനിർഗതേ ത്വയി തു നിലീനം അഞ്ജസ നഭസ്ഥലേ നനൃതുഹു അഥ ജഗു സുരാഹ. അപ്പോൾ ആകാശത്ത് ഈ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ആരാ കാത്തു നിൽക്കുന്നത്? അഘാസുരൻ അവിടെ ആകാശത്ത് ഈ ജീവൻ കാത്തു നിൽക്കുക. ജീവനായിക്കൊണ്ട് ജഡത്തിൽ നിന്ന് വേർപെട്ടു. അങ്ങ് പുറത്തു വരാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ കാത്തു നിന്നു. അതിന് ശേഷം ആ മഹത്തായിട്ടുള്ള ഈ തേജസ് ഭഗവാൻ ഇങ്ങോട്ട് പുറത്തേക്ക് വന്ന സമയത്ത് വേഗം തന്നെ ഭഗവാൻ ലയിച്ചു. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും എത്ര ആശ്ചര്യം എന്നില്ല, അത്രത്തോളം അവർ അത്ഭുതപ്പെട്ടു. കാരണം അഘാസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മഹാപാപം എന്നാണ്. ഈ മഹാപാപം എന്ന് പേരെടുത്തിട്ടുള്ള ഈ പെരുമ്പാമ്പ്, ഈ അഘാസുരൻ ജീവൻ പോയി കഴിഞ്ഞപ്പോൾ ഭഗവാനെ അങ്ങോട്ട് ലയിക്കുകയാണ്. ഭഗവാനെ ആദ്യമേ തന്നെ ഉള്ളിലാക്കി. അപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ മഹാപാപിക്ക് പോലും, ധുന്തുകാരുടെ കഥ പറയുന്നത് അതാണ്, മഹാപാപിക്ക് പോലും ഈ ഭാഗവതത്തെ ഉള്ളിക്കാണ്ട് കയറ്റിക്കഴിഞ്ഞാൽ അറിയാതെ കണ്ട് ആ ദേഹമില്ലാത്ത രൂപമാണെന്ന് വെച്ചാൽ ദേഹം വേണ്ട, പിന്നെ നേരിട്ട് അങ്ങോട്ട് ലയിക്കും. ഇനി കാരണശരീരത്തിനാണെന്ന് വെച്ചാലോ ആ പിതൃക്കളും മുക്തി നേടും. ഇനി മനുഷ്യ ശരീരത്തിലോ മറ്റേതെങ്കിലും ശരീരത്തിലോ ആണെങ്കിലോ അവരൊക്കെയും മുക്തി നേടും. അങ്ങനെയാണ്. ഇങ്ങനെ അത്യാശ്ചര്യകരമായിട്ട് ഈ മുക്തിയെ കണ്ടപ്പോൾ അനന്തരം ആ സമയത്ത് ആകാശത്ത് ദേവന്മാർ നൃത്തം വെച്ചു, പാടി പുകഴ്ത്തി, കൊട്ട്, പാട്ട്, നൃത്തം, വാദ്യം എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ ചെയ്തു. ക്ഷണം ദിവി ത്വതുപഗമാർത്ഥമാസ്ഥിതം മഹാസുരപ്രഭവമഹോ മഹോ മഹത് വിനിർഗതേ ത്വയി തു നിലീനമഞ്ജസാ നഭസ്ഥലേ നനൃതുരഥോ ജഗുസുരാം. ഇനി 8ാമത്തെ ശ്ലോകം. സവിസ്മയൈ കമലഭവാദിഭിः സുരൈः അനുദ്രുതസ്തദനുഗതഃ കുമാരകൈ ദിനേ പുനസ്തരുണദശാമുപേയുഷി സ്വകൈർഭവാനതനുത ഭോജനോത്സവം. അതിനുശേഷം സവിസ്മയൈഹി വളരെയധികം അത്യാശ്ചര്യത്തോടു കൂടിയിട്ട് വിസ്മയത്തോടു കൂടിയിട്ട് കമലഭവാദിഭിഹി, കമലഭവൻ താമരയിൽ ഉണ്ടായതായിട്ടുള്ള ആ ദേവൻ എന്ന് സാരം. കമലഭവ ആദിഭിഹി ബ്രഹ്മാവ് തൊട്ടുള്ള എല്ലാ ദേവന്മാരും അനുദ്രുത ഈ ആകാശത്തിലൂടെ പിന്നിക്ക് പിന്നാലെ ഇങ്ങനെ വന്നിട്ടുള്ള ഓരോരുത്തരും കുമാരകൈഹി ഈ ഗോപബാലന്മാരോട് ഒപ്പം ഗതഹ ചേർന്നവനായിട്ടുള്ള ഭവാൻ അങ്ങ് പുനഃ പിന്നീട് ദിനേ പകൽ സമയത്ത് തരുണദശാം അതായത് കുറച്ചൊരു പ്രകാശമായി നല്ലോണം തരുണദശയെ ഉപേയുഷി പ്രാപിച്ചു കഴിഞ്ഞപ്പോ സ്വകൈഹി സ്വന്തം കൂട്ടുകാരോടൊന്നിച്ച് ഭോജനോത്സവം വനഭോജന സന്തോഷത്തെ അതനുത ചെയ്തു. ഭോജന ഉത്സവത്തെ ചെയ്തു എന്നതാണ്. അപ്പോൾ ഉച്ചയായി, അതാണ് ഈ തരുണദശ. സൂര്യൻ കുറച്ച് ഉയർന്നു, അപ്പോൾ യൗവനം പ്രാപിച്ചു എന്നതാണ്. സൂര്യൻ യൗവനം പ്രാപിക്കുമ്പോൾ ചൂട് നമുക്ക് കൂടുതൽ കിട്ടുന്നതല്ലോ. സൂര്യൻ്റെ വലിപ്പം ഇങ്ങനെ കുറഞ്ഞു വരും. രാവിലെ കാണുന്ന സൂര്യന് വലിയ വട്ടാണ്. അത് കഴിഞ്ഞാൽ ക്രമേണ ചുരുങ്ങി വന്നിട്ട് ഒരു തീര് പോലൊരു പപ്പടത്തിൻ്റെ വട്ടായിട്ട്
രാവിലെ വല്യപ്പടവും ചുവന്നിട്ട് ഉച്ചയ്ക്ക് വല്യപ്പടം വെളുത്തിട്ട്. അത് രാവിലെ കിഴക്ക് ദിക്കിൽ കാണുന്നു, വൈകുന്നേരം പടിഞ്ഞാറ് ദിക്കിൽ കാണുന്നു, ഉച്ചയ്ക്ക് ആകാശത്ത് നേരിട്ട് തലയ്ക്ക് മുകളിൽ കാണുന്നു. ഇത്രയും വ്യത്യാസമുള്ളൂ. രാവിലെയും വൈകുന്നേരം വല്യപ്പടവും ചുവന്നിട്ട് ഉച്ചയ്ക്ക് ഈ ചെറിയ പപ്പടം അത് വെളുത്തിട്ട് ഇങ്ങനെ കാണുന്നു. അപ്പോൾ തരുണദശാം, അതാണ് താരുണ്യത്തെ പ്രാപിച്ചു വെച്ചാൽ നല്ല ചൂടായി ഉച്ചയ്ക്കായി നടത്താം. അതാണ് ഭഗവാൻ ഇപ്രകാരത്തില് പുറത്തേക്ക് വന്നപ്പോൾ ഈ അഘാസുരന്റെ മുക്കുതി ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ, എല്ലാവരും നൃത്തം വെക്കല് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, ബ്രഹ്മാവ് തൊട്ടിട്ടുള്ള സത്യലോകത്തിലുള്ള ദേവന്മാരുടെ സമൂഹങ്ങൾ കുറേയുണ്ട്. അപ്പൊ ഈ ബ്രഹ്മാവ് തൊട്ടുള്ള ദേവന്മാര് ആകാശത്തിലൂടെ പിന്തുടരാണ് ഭഗവാനെ. ഭഗവാൻ ഈ ഗോപപാലന്മാരോടൊപ്പം ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന ആ സമയത്ത് ഉച്ചയായി കഴിഞ്ഞപ്പോൾ ഭഗവാൻ കൂട്ടുകാരോടൊന്നിച്ച് ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് വനഭോജനം എന്നുള്ള അതിഗംഭീരമായിട്ടുള്ള ആ ലീലയെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ തയ്യാറായി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ തുടങ്ങിയെന്ന് സാരം. അതാണ് സ വിസ്മയൈഹി കമലഭവ ആദിഭിഹി സുരൈഹി അനുദ്രുതഃ തത് അനുഗതഃ കുമാരകൈഹി ദിനെ പുനഃ തരുണദശാം ഉപേയുഷി സ്വകൈഹി ഭവാൻ അതനുത ഭോജന ഉത്സവം. തദനു സവിസ്മയൈഹി കമലഭവാദിഭിഹി അനുദ്രുതഃ കുമാരകൈഹി ഗതഃ ഭവാൻ പുനഃ ദിനെ തരുണദശാം ഉപേയുഷി സ്വകൈഹി ഭോജന ഉത്സവം അതനുത. സവിസ്മയൈ കമലഭവാദിഭിഃ സുരൈരനുദ്രുതസ്തദനുഗതഃ കുമാരകൈ ദിനെ പുനസ്തരുണദശാമുപേയുഷി സ്വകൈർഭവാനതനുത ഭോജനോത്സവം. വിഷാണികാമപി മുരളിം നിതംബകേ നിവേശയൻ കബളധരഃ കരാംബുജേ പ്രഹാസയൻ കളവജനൈ കുമാരകാൻ ബുഭോജിത ത്രിദശ ഗണൈർമുദാനുദാം. ആ സമയത്ത് ത്വം വിഷാണികാം മുരളിയും, വിഷാണിക എന്ന് പറഞ്ഞാൽ കൊമ്പ്, പോത്തിന്റെ പശുവിന്റെ മൂരിയുടെ അങ്ങനെയുള്ള കൊമ്പുകൾ തുളച്ചിട്ട് ഈ കൊമ്പ് ഒരു വാദന ഉപകരണം എന്ന് വെച്ചാൽ സുഷിരവാദ്യമായിട്ട് ഉപയോഗിക്കാറുണ്ട് കൊമ്പ്. അങ്ങനെ ആ വിഷാണികാം പിന്നെ മുരളിയും ഓടക്കുഴല് നിതംബകെ അരക്കെട്ടില് നിവേശകൻ തിരികെ വെച്ച്. അപ്പൊ ഈ അരയില് സാധാരണ രീതിയിലൊരു മഞ്ഞപ്പട്ട് കൊടുത്തുണ്ടാവും, പിന്നെ ഒരു ഉത്തരിയ ഉണ്ടാവും. ആ ഉത്തരിയ ഇങ്ങനെ ഇടയിൽ കെട്ടും. ആ മഞ്ഞ വസ്ത്രത്തിന്റെ മീതെ ഉത്തരിയും കൂടി അങ്ങോട്ട് കെട്ടും. എന്നിട്ട് ഈ ഓടക്കുഴല്, കൊമ്പ്, വടി ഇതൊക്കെ അരയിൽ അങ്ങോട്ട് തിരികും. അങ്ങനെ വിഷാണിക ഈ കൊമ്പ് അരയെ തിരികി, മുരളിയും ഓടക്കുഴല് അരയെ തിരികി, വേത്രം വടി അതും നിതംബകെ അരക്കെട്ടിൽ അങ്ങോട്ട് ഉറപ്പിച്ചു. എന്നിട്ട് നിവേശയൻ തിരികെ വെച്ച് കരാംബുജെ തന്റെ താമര കയ്യില് കബളധരഹ ഈ ചോറുരുളയെ കളവചനൈഹി മധുരമായിട്ടുള്ള വാക്കുകളെ പറഞ്ഞുകൊണ്ട് കുമാരകാൻ ഈ ഗോപകുമാരന്മാരെ പ്രഹാസയൻ നന്നായിട്ട് പുഞ്ചിരിപ്പിക്കുന്നവനായിട്ട് ത്രിദശ ഗണൈഹി ഈ ദേവന്മാരാൽ ത്രിദശന്മാരായിട്ടുള്ള ഗണൈഹി കൂട്ടങ്ങള്. ത്രിദശ എന്നുള്ളത് അവർ ജനിക്കുക, പിന്നെ ബാല്യാവസ്ഥയും കൗമാരം ഒക്കെ കൂടിയിട്ട് അത്രയേ ഉള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ടില്ല, പിന്നെ മരിക്കലില്ല, വൃദ്ധാവസ്ഥയില്ല. അതാണ് ത്രിദശന്മാർ. ജനിക്കുക, പിന്നെ ബാല്യാവസ്ഥയും കൗമാരം, അങ്ങനെ 3 അവസ്ഥയുള്ളൂ അവർക്ക്. അതുകൊണ്ടാണ് ത്രിദശന്മാരെന്ന് പറയുന്നത്. അവരുടെ കൂട്ടമാണ് ത്രിദശ ഗണൈഹി. അപ്പൊ അവര് ദേവന്മാരെല്ലാവരും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നുതഹ ബുഭോജിത ഈ ഭഗവാൻ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭഗവാൻ ഈ എല്ലാവരുടെയും മുമ്പിൽ ഇരുന്നിട്ട് ആഹാരം കഴിച്ചത്. അപ്പോൾ വനഭോജനം എന്നുള്ളത് നടന്നത് ദേവന്മാരെ സ്തുതി ചെയ്യുന്ന ആ സമയത്താണ് എന്ന് സാരം. എല്ലാവരും അത്ഭുതപ്പെട്ടുകൊണ്ട് നോക്കിയിരിക്കുകയാണ്. ദേവന്മാരുടെ ഈ സ്തുതി ഇവിടെ താഴത്തേക്ക് വരില്ല, അത് ഭഗവാൻ കേൾക്കുകയും ചെയ്യും. കുട്ടികൾക്കൊന്നും അത് കേൾക്കില്ല. കുട്ടികളുടെ ബഹളം ഭഗവാൻ അവരുമായിട്ടുള്ള ബഹളം. എന്ത് കൂട്ടിയിട്ടാണ് ഊണയിക്കേണ്ടത്? ബഹളം കൂട്ടി ഊണയിച്ചോളൂ. ചോറും കൂട്ടാനൊന്നും ചോറുണ്ടെച്ചാൽ എൻ്റെ കൂട്ടാൻ കഷ്ടിയാണെച്ചാൽ പേടിക്കണ്ട, ബഹളം കൂട്ടി ഊണയിച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള എല്ലാം തമാശയായിട്ടാണ് അവിടെ. വിഷാണികാം അഭി മുരളിം നിതംബകെ നിവേശയൻ കബളധരഃ കരാംബുജേ പ്രഹാസയൻ കളവജനൈഹി കുമാരകാൻ ബുഭോജിത ത്രിദശ ഗണൈഹി മുദാ നുതഃ. ത്വം വിഷാണികാം മുരളിം നിതംബകെ നിവേശയൻ കരാംബുജേ കബളധരഃ കളവജനൈഹി കുമാരകാൻ പ്രഹാസയൻ കളവജനൈഹി കുമാരകാൻ പ്രഹാസയൻ ത്രിദശ ഗണൈഹി മുദാ നുതഃ.
ഭവാൻ ബുഭോജിത. കുമാരകൈഹി സമം ഭവാൻ ബുഭോജിത. അപ്പം ഇങ്ങനെ കൊമ്പൻ കുഴല് വടിയെല്ലാം കൂടിയിട്ട് അരക്കെട്ട് തിരികെ വെച്ചിട്ട് ആ ഭഗവാൻ അതിമനോഹരമായിട്ട് തൻ്റെ താമര കയ്യിൽ ചോറ് ഉരുളെടുത്തു. അപ്പോൾ അതിൻ്റെ നാല് പുറത്തും കൊണ്ടാട്ടം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ ചോറ് ഉരുള കുഴച്ചിട്ട് ഒരു ഉരുളയാക്കിയിട്ട് അവിടെ വെച്ചു. അപ്പോൾ അതാത് കഷ്ണങ്ങളെ അതാത് വിഭവങ്ങളെ കൂട്ടിച്ചേർത്ത് കൊണ്ട് ഭഗവാൻ ഊണഴിക്കും. ഇടത്തെ കയ്യിലാണ് വെച്ചത്, വലത്തേക്ക് വേണ്ടി ഊണഴിക്കാവും. ഭഗവാൻ ഇടത്തെ കയ്യിലാണ് ചോറ് ഉരുള വെച്ചത്. എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് വായിലേക്കാക്കി ഒരു ഉരുള കടിച്ചെടുത്തു. കടിച്ചു തിന്നാൻ പാടില്ല. ഒക്കെ നിഷേധമാണ് ഇനി അവിടെ ചെയ്യാൻ പോകുന്നത് മുഴുവൻ. വിഷാണികാമഭിമുരളിം നിതംബകേ നിവേശയൻ കബളധരക്കരാംബുജേ പ്രഹാസയൻ കളവചനൈ കുമാരകാൻ ബുഭോജിത ബുഭോജിത ത്രിദശഗണൈർമുദാനുത സുഖാശനം തിഹ തവ ഗോപമണ്ഡലേ മഖാശനാൽ പ്രിയമിഹ ദേവമണ്ഡലേ ഇതി സ്തുതസ്ത്രിദശവരൈർജഗൽപദേ മരുൽപുരി നിലയഗദാൽ പ്രപാഹി മാം. അപ്പോൾ ഭഗവാന്റെ ഈ അതിഗംഭീരമായിട്ടുള്ള വനഭോജനം എന്ന ആ ലീല യജ്ഞഭുക് ബാലകേളി. ബിഭ്രദ്വേണും ജഠരപടയോ എന്നുള്ള ആ ശ്ലോകം യജ്ഞഭുക് ബാലകേളി. സുഖാസനം, ഇവിടെ സുഖമായിട്ടുള്ള അശനം. തു ഇഹ തവ ഗോപമണ്ഡലേ, ഈ ഗോപന്മാരെല്ലാവരും കൂടിയിട്ട് ഇരുന്നു കൊണ്ട് അവരോട് കൂടിയിട്ട് മഖാശനാത് പ്രിയം ഇവ. യജ്ഞ സമയത്ത് ഭഗവാൻ എങ്ങനെയാണോ ഈ ഹവിസ് കൊടുക്കുമ്പോൾ ഭഗവാൻ സ്വീകരിക്കുന്നത്, ആ ഇഷ്ടത്തോടു കൂടിയിട്ട് ആ ഒരു ഭാവത്തോടു കൂടിയിട്ട് ഈ കുട്ടികൾ കൊടുത്തതായിട്ടുള്ള ഓരോന്നും ദേവമണ്ഡലേ, ദേവന്മാരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഈ ദേവന്മാരോട് കൂടിയിട്ട് ഭഗവാൻ എങ്ങനെയാണോ ഈ യജ്ഞങ്ങളിൽ ഇത് സ്വീകരിക്കുന്നത്, അതേപോലെ യജ്ഞഭാഗത്തെ സ്വീകരിക്കുന്നത് പോലെ ഭഗവാൻ എന്ത് ചെയ്തു, ഈ ആഹാരത്തെ സ്വീകരിച്ചു. ഗോപന്മാരോട് കൂടിയിട്ട് ഗോപന്മാരിൽ നിന്നും ഒക്കെ ഭഗവാൻ അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്, ഭഗവാൻ ഇങ്ങോട്ടും മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് സ്തുത സ്ത്രിദശവരൈഹി, ഈ ത്രിദശന്മാരായിട്ടുള്ള ദേവന്മാരെ നന്നായിട്ട് സ്തുതിച്ചത് ഒക്കെ കേട്ടുകൊണ്ട്, അല്ലയോ ജഗൽപദേ ഭഗവാനെ, ജഗത്തിന്റെ പതിയായിട്ടുള്ള ഭഗവാനെ, അങ്ങ് മരുൾപുരി നിലയ, ഇപ്പോ ഗുരുവായൂരിൽ വസിക്കുന്നു. ആ ഗുരുവായൂരിൽ ഇരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ, അങ്ങ് എന്നെ ഗദാത് പ്രപാഹി മാം, എൻ്റെ ഈ വേദനകളെ മുഴുവൻ ഇല്ലാതെയാക്കിയിട്ട് രക്ഷിച്ചാലും. മരുൾപുരി നിലയ ജഗൽപ്രഭോ തവ ഇഹ ഗോപമണ്ഡലേ സുഖാശനം ദേവമണ്ഡലേ മഖാശനാത് പ്രിയം ഇവ ഇതി ത്രിദശവരൈഹി സ്തുതഃ ത്വം മാം ഗദാത് പ്രപാഹി. ഇങ്ങനെ 51ാമത്തെ ദശകം സമാപിക്കുകയാണ്. അല്ലയോ ഗുരുവായൂരപ്പ, ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനാണ്, നായകനാണ്, അങ്ങനെയല്ല, അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് ഈ വൃന്ദാവനത്തില് ഈ ഗോപന്മാര് എല്ലാവരും കൂടി വട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഒരു സഹസ്രദല പത്മം പോലെ ഭഗവാൻ നടുക്കില്, ബാക്കിയുള്ളവരൊക്കെ 4 പുറവും. എല്ലാവർക്കും ഭഗവാന്റെ മുഖം കാണണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഒരു സഹസ്ര പുരുഷനായിട്ട് മാറി. അവിടെ ശ്രീകൃഷ്ണൻ എന്നുള്ളത് ശ്രീകൃഷ്ണ സ്വരൂപത്തിൽ തന്നെയാണ്. ആർക്കും ഒരു വ്യത്യാസവും കൃഷ്ണൻ എന്നല്ലാത്ത രൂപത്തിൽ കാണുന്നില്ല. പക്ഷേ എല്ലാവർക്കും കൃഷ്ണൻ തൻ്റെ നേരിക്കാണ് നോക്കുന്നത് എന്ന രീതിയിൽ ഭഗവാൻ ഒരു യമുനാ പുളിനത്തില് ആ മണത്തിട്ടയില് പുൽത്തകിടിയില് ഒരു കുറച്ച് ഉയർന്നതായിട്ടൊരു പീഠം പോലെയുള്ള ഒരു സ്ഥലത്തിരുന്നിട്ട് ഭഗവാൻ മുകളിലും ബാക്കിയുള്ള എല്ലാവരും താഴെയുമായിട്ടിരുന്നുകൊണ്ട് ഒരു സഹസ്രദള പത്മം എങ്ങനെയാണോ ഇരിക്കുന്നത്, ഈ ഇതളുകളൊക്കെ കുട്ടികളും ഭഗവാൻ കണ്ണുകേലും ഇരിക്കുന്ന രീതിയിൽ, എന്നാൽ ഭഗവാൻ ഈ എല്ലാ സ്ഥലത്തേക്കും മുഖത്തെ ഉണ്ടാക്കിക്കൊണ്ട് കൃത്രിമമായിട്ടുള്ള ഒരു ഭാവത്തെ സൃഷ്ടിച്ചു. അങ്ങനെയുള്ള ആ ഭഗവാൻ ഈ മണത്തിട്ട് നിന്നിട്ട് ഊണ് കഴിക്കുന്നത്, ഗോപസമൂഹങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് ആഹാരം കഴിക്കുന്നത്, ദേവസമൂഹം എങ്ങനെയാണോ ഒരു വലിയ യജ്ഞത്തില് യാഗത്തില് ഈ യജ്ഞഭുക്ക് ആയിട്ടുള്ള ഭഗവാൻ ഈ പുരോടാശത്തെ കൊടുക്കുമ്പോൾ, ഹവിസ് കൊടുക്കുമ്പോൾ അതിനെ സ്വീകരിക്കുന്നത്, ദേവന്മാരോടൊപ്പം സ്വീകരിക്കുന്നത്, അതേപോലെ ദേവന്മാരായിട്ട് ഈ കുട്ടികളെ സങ്കല്പിച്ചു. അങ്ങനെ ആ കുട്ടികൾ ഊണഴിക്കുന്ന നേരത്ത് ഭഗവാനും അതേപോലെ തന്നെ ഊണഴിക്കുന്നു. ദേവന്മാര് ഈ സൗമ്യോ പുരോടാശോ സ്വീകരിക്കുന്നത് പോലെ തന്നെ ഭഗവാനും ഒപ്പം സ്വീകരിക്കുന്നു. അതേപോലെ അത് എല്ലാവർക്കും സന്തോഷത്തെ ഉണ്ടാക്കുന്നു. അത് ഭഗവാന് വളരെ ഇഷ്ടമാണ്, ഇതും ഭഗവാന് വളരെ ഇഷ്ടമാണ് എന്നുള്ളത് കണ്ടു. അപ്പോൾ ദേവന്മാരെല്ലാവരും ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ചു. ആ സ്തുതി കേട്ടതായിട്ടുള്ള ഭഗവാനെ അങ്ങ് എൻ്റെ രോഗത്തെ മുഴുവൻ നിശേഷം ഇല്ലാതെയാക്കിയിട്ട് എന്നെയും രക്ഷിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അഘാസുര മുക്തിയും അതേപോലെ തന്നെ
ഈ വനഭോജനവും എന്നത് ഈ 51-ാമത്തെ ദശകത്തിലെ 10 ശ്ലോകങ്ങളെ കൊണ്ട് മേൽപ്പത്തൂർ പറഞ്ഞു. എന്നിട്ട് ആ ഭഗവാനോട് പറഞ്ഞു, എന്നെ രക്ഷിക്കണേ എന്ന്. സുഖാസനം ത്വിഹ തവ ഗോപമണ്ഡലേ മഖാശനാൽ പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുതസ്ത്രിദശവരൈർജഗൽപദേ മരുർപുരി നിലയഗദാൽ പ്രപാഹി മാം. ഇങ്ങനെ 51-ാമത്തെ ദശകം അവിടെ സമാപിച്ചു. ഇനി 52-ാമത്തെ ദശകത്തില് വത്സസ്തേയം എന്ന ബ്രഹ്മാവ് കുട്ടികളെ മറയ്ക്കുന്നത്, പശുക്കുട്ടികളെ മറയ്ക്കുന്നത്, പിന്നെ ഭഗവാൻ അതായിട്ട് മാറുന്നത്. അപ്പോൾ ഭഗവാൻ ഈ എല്ലാവരിൽ നിന്നും ലാളനാദികളെ സ്വീകരിക്കുന്നതും അവരെ അനുഗ്രഹിക്കുന്നതും ഇത് കണ്ടതായിട്ടുള്ള ബ്രഹ്മാവും മോഹിച്ചു പോയി ഭഗവാന്റെ തൃക്കാൽ പിടിച്ച് നമസ്കരിച്ച് ശയനപ്രദക്ഷിണമൊക്കെ ചെയ്ത് ഭഗവാനെ സ്തുതിച്ച് വീണ്ടും ഈ സൃഷ്ടിയാദികളിലേക്ക് തൻ്റെ ജോലിയിലേക്ക് മടങ്ങുന്നതുമായിട്ടുള്ള രംഗം. അതാണ് ഇനി അടുത്ത വത്സസ്തേയം എന്നതായിട്ടുള്ള ആ ലീല. അത് 52-ാമത്തെ ദശകം. അത് നമുക്ക് പിന്നീട് പാരായണം ചെയ്യാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ.